എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, നമ്മൾ തന്നെയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത്? അതെ, നമ്മളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും വികസനവും. നമ്മൾ നന്നായാൽ നമ്മുടെ കുടുംബം, നമ്മുടെ രാജ്യം, നമ്മുടെ ഗ്രാമം തന്നെ അധികവും വളർച്ചയിലെത്തും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിവരസാങ്കേതിക രംഗങ്ങളെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, സ്വഭാവം, ആത്മവിശ്വാസം എന്നീ നിരവധി കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു. ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ സമൂഹ മാധ്യമങ്ങൾക്കും നല്ല വശവും ചീത്ത വശമുണ്ട്. ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവം അത് സമൂഹ മാധ്യമത്തിന്റെ നല്ല വശത്തെ ആശ്രയിക്കുന്നു. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്നത് സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ്. മദ്യം, കൊലപാതകം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെറുപ്പക്കാർ പ്രേരിതരാകുന്നു. സമൂഹ മാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ പങ്ക് തന്നെയുണ്ട്. നമ്മുടെ അധ്യാപകരോടും രക്ഷിതാക്കളോടും അപമര്യാദയായി പെരുമാറുന്ന രീതിയിലുള്ള പല ദൃശ്യാവിഷ്കാരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു മനസ്സിലാക്കി കുട്ടികൾ അനുകരിക്കുന്നു. ഇത് ആ വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പല നായകന്മാരുടെ യഥാർത്ഥ മുഖം അത് മറ്റൊന്നായിരിക്കും. അത് നമ്മൾ കുട്ടികൾ അറിയാതെ പോകുന്നു. കൂടുതലായുള്ള സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം ചിന്താശേഷി, ബുദ്ധി, ആത്മവിശ്വാസം എന്നിവയിൽ കുറവുവരുത്തുന്നു. എന്നിരുന്നാലും സമൂഹ മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ വിശാലമായ ലോകം തന്നെ തുറക്കുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ കത്തയക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നിതാ അവർ നമ്മുടെ കൂടെ ഉണ്ടെന്ന തോന്നൽ ഉണ്ടാക്കുന്നതും സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ്. എത്ര ദൂരെയുള്ളവരെയും നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം, കേൾക്കാം. നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന തോന്നൽ ഒരു വ്യക്തിയുടെ നല്ല ചിന്തകളിലേക്ക്, ആത്മവിശ്വാസത്തിലേക്ക്, നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു നല്ല കൂട്ടുകാരനെ പോലെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി നമ്മുടെ സ്വഭാവവും നന്നാകും. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പല ചിത്രങ്ങൾക്കും പോസ്റ്ററുകൾക്കും ലൈക്കുകൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണിത്. സമൂഹ മാധ്യമങ്ങളിൽ മറ്റുള്ളവരുടെ സന്തോഷവും വിജയങ്ങളും കാണുമ്പോൾ നമ്മുടെ മനോഭാവത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കാനും പഴയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും കഴിയുന്നു. ഒരു കുട്ടിയുടെ ജീവിതഘട്ടങ്ങൾ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. ഇന്ന് ലോകം തന്നെ നമ്മുടെ വിരൽ തുമ്പിലാണ് നിൽക്കുന്നത്. ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്തവർ ഈ കാലഘട്ടത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. അവരുടെ സ്വാധീനത്തിലാണ് ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ നമ്മുടെ അധ്യാപകരെ ആശ്രയിച്ചിരുന്നു. ഇന്നിതാ സമയബന്ധിതമായി നമ്മുടെ എല്ലാ സംശയങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാം. ഇതുവഴി വ്യക്തികളിൽ വിവര നിർമ്മാണം, പഠന പുരോഗതി എന്നിവ ലഭ്യമാക്കി നല്ലൊരു സ്വഭാവവും കാഴ്ചവെക്കുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമൂഹ മാധ്യമങ്ങളിലെ നല്ല വശങ്ങൾ ഉപയോഗിച്ച് പെരുമാറ്റം, ചിന്തകൾ, ആത്മവിശ്വാസം എന്നിവ വളർത്തിയെടുത്ത് രാജ്യ പുരോഗതിയിൽ പങ്കുചേരുക എന്നതാണ്. നന്ദി. ജയ് ഹിന്ദ്.